ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഏകദേശം 380ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് മുമ്പാരത്തൊക്കെ ഒന്ന് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ കാലത്ത് തന്നെ പോകാറില്ല. പൊതുവേ ആ ഭാഗത്ത് ഞാൻ പോകാറില്ല. ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലൊക്കെ പോകാമെന്നല്ലാതെ. അപ്പോൾ ഇന്നെന്തായാലും രാവിലെ ഒന്ന് പോകാനൊരു മൂഡ് തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഒരു 2-3 മിനിറ്റ് വരെ അവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ നേരെ കിച്ചണിൽ വന്നു. അപ്പോൾ ഇന്നലെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും രാവിലെ എണീറ്റാൽ നമ്മൾ കുക്ക് ചെയ്യണ ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കും സ്റ്റൗവിൻ്റെ മീതെ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ ചോറും കറികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് നുറുക്കായതുകൊണ്ട് 2 സൈസിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഭയങ്കര ചെറിയ പീസായിട്ടുള്ളതുണ്ടാവും, പിന്നെ കുറച്ച് വലിയ പീസായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വാങ്ങിച്ചിരുന്ന ആ നല്ല ചെറിയ പീസായിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത് വാങ്ങിച്ചപ്പോൾ നമുക്ക് കുറച്ച് വലിയ സൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലാവും പെട്ടെന്ന് കുക്കായി കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ ചൂടോടെ കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഇന്നലെ ഓൾറെഡി തിളപ്പിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും രണ്ടാമത് തിളപ്പിക്കാൻ വെക്കുകയായി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു. ഇനി വെള്ളം അരിച്ചിട്ട് ഓരോ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക. ആദ്യം കുട്ടികൾക്ക് 2 പേർക്കും കൊണ്ടുപോകാനുള്ള ബോട്ടിൽ ആക്കി വെക്കും. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെക്കാനുള്ള ബോട്ടിലും അങ്ങനെയും വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി ആദ്യം തന്നെ നമുക്കിപ്പോൾ ചോറിനുള്ള കാര്യങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കറികളും പിന്നെ ഉപ്പേരിയും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കറിക്കും ഉപ്പേരിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പച്ചക്കായ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലയും കോഴിമുട്ടയും കൂടിയിട്ട് ഉപ്പേരി പോലെ വെക്കുമല്ലോ, അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ ആ സമയം കൊണ്ട് ചായ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ചായ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് കപ്പിൽ ഒഴിച്ച് വെക്കും. ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുക ചെയ്യുക. കാരണം കുട്ടികൾ കുടിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുടിക്കാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ട് വീണ്ടും ചൂടാക്കേണ്ടൊക്കെ വരും. അപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം കുറച്ചിട്ട്, ഇപ്പോൾ ഈസി കുക്കിലാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 1800-2000 ആ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ ഞാനൊരു 800 അല്ലെങ്കിൽ ഒരു 600 ആ ഒരു ഇതിലേക്ക് കുറച്ചിട്ട് അതിനെ വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ ആയിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ പ്രഷർ കൊടുക്കാറാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചോറ് കിട്ടാറുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കാറാണ്. അപ്പോൾ ഞാൻ വേറൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് പച്ചക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇന്നലെ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കഴുകിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അത് ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ പച്ചക്കായ നന്നായി വേവും. പിന്നെ ഇപ്പുറത്തെ കുക്കറിൽ തന്നെ ഞാൻ മുരിങ്ങയുടെ ഇല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇല മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കോഴിമുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വാറ്റി കൊടുക്കുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മീതെ കുടഞ്ഞിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില നല്ല വെന്ത് സെറ്റായി വരും. എന്നിട്ട് അതിൻ്റെ ഒരു മൂലക്കൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ കോഴിമുട്ട കലക്കി വെച്ചിട്ടുള്ളത്. അത് അതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വെച്ചതിന് ശേഷം ഒന്നൊരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം അത്യാവശ്യം സെറ്റായി അതിൻ്റെ ആ ഒരു നനവ് ഒന്ന് കുറഞ്ഞതിന് ശേഷം ഈ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞ പോലെ ആവും, ഇലയിൽ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുത്തു വിടാനാവുമ്പോൾ ഉച്ചക്കത്തേക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അതും സെറ്റായി. പിന്നെ കായൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുക. തേങ്ങയും ജീരകം ചെറിയുള്ളിയും കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അരച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചൂടാക്കുക, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പപ്പടം പൊരിക്കാനുണ്ടായിരുന്നു. ഉപ്പുമാവേക്ക് പപ്പടം ഇവിടെ കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ പപ്പടം പൊരിച്ച് വെച്ചു. പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഉപ്പുമാവും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി അതിൽ പപ്പടം പൊരിച്ച് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ ഞാൻ കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ പൊട്ടുകടലയും കൂടി ചേർക്കും. രണ്ടും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ഉള്ളിയും വലിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവിലൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് 2-3 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒഴിക്കാൻ മീൻ കറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ അതവിടെ ഇനി സെറ്റായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുതിരാൻ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒന്നുകൂടി ചെറിയ പീസുകളായിട്ട് കിട്ടും. അതാണെങ്കിൽ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റും ചെറിയ തരിക്കാണ്. അപ്പോൾ ഞാനിതാ ഇപ്പുറത്തെ അടുപ്പിൽ കറി നമ്മൾ തൂമിക്കാൻ വേണ്ടിയിട്ട് കടുകും മുളകും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇതോടെ തീർന്നു. ഇനി നേരെ കുട്ടികൾക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനാണ്. അപ്പോൾ കറിയെല്ലാം സെറ്റായി. ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും നമുക്ക് ഉച്ചക്കൽക്കുള്ളതും എല്ലാം ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ സെറ്റാവും. ഇനി നമ്മൾ നേരെ കുട്ടികൾക്കുള്ള ലഞ്ച് പാക്ക് ചെയ്തു. അവർക്ക് ഈ ഉപ്പേരിയും പിന്നെ പച്ചക്കായ കറിയും പിന്നെ 2 നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടിയിട്ടാണ് ലഞ്ചിനായിട്ട് കൊടുത്തു വിടുന്നത്. സ്നാക്സിനായിട്ട് മുസമ്പിയും കൂടിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. Thank you so much.